ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വിശേഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് കൂർമ്മ ദ്വാദശിയെ പറ്റിയും അടുത്തത് പ്രദോഷത്തെ പറ്റിയും. ആദ്യമായി നമുക്ക് കൂർമ്മ ദ്വാദശി എന്നാണ് എന്ന് പറയാം. 2025 ജാനുവരി 10 വെള്ളിയാഴ്ച നമ്മൾ വൈകുണ്ഠ ഏകാദശിയായിട്ടാണ് ആചരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്ന അന്നേ ദിവസം ഏകാദശി തിഥി അവസാനിക്കുന്നത് രാവിലെ 10:19 അതായത് ജാനുവരി 10 രാവിലെ 10:19 ആവുമ്പോൾ ഏകാദശി തിഥി അവസാനിക്കും. അതിനുശേഷം മഹാദ്വാദശിയാണ്. ഈ മഹാദ്വാദശിക്ക് കൂർമ്മ ദ്വാദശി എന്നാണ് പറയുന്നത്. കൂർമ്മ ദ്വാദശി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭഗവാന്റെ കൂർമ്മ അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം. അതുകൊണ്ട് തന്നെ വൈകുണ്ഠ ഏകാദശി ദിവസം, അതായത് സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കൂർമ്മ അവതാരത്തെ കൂടി ഒന്നോർത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. അതുപോലെ തന്നെ ഏകാദശി വീഡിയോയിൽ നമ്മൾ ഏകാദശിയുടെ വ്രതകഥ പറഞ്ഞിട്ടുണ്ട്. ഏകാദശി ദിവസം ആ വ്രതകഥ നിങ്ങൾ ഒന്നും കൂടെ കേൾക്കണം. അതുപോലെ തന്നെ ഈ കൂർമ്മ അവതാര കഥ കൂടി ഒന്ന് കേൾക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഇന്ന് നമുക്ക് കൂർമ്മ അവതാര കഥ ഒന്ന് പഠിക്കാം. എന്തിനാണ് ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത്? പാലാഴി മഥന സമയത്താണ് ഭഗവാൻ അവതരിച്ചത്. ഈ വിധത്തിൽ പാലാഴി മഥനം എന്തിനാണ് നടത്തിയത്? പാൽക്കടൽ എന്തിനാണ് കടഞ്ഞത്? ആ കഥയൊക്കെ നമുക്ക് അറിയാം. ദേവേന്ദ്രന് കിട്ടിയ ഒരു ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി അമൃതകുംഭത്തിന് വേണ്ടിയിട്ടാണ് പാലാഴി കടഞ്ഞത്. മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയുന്നു. വാസുകിയുടെ തലഭാഗത്ത് ആരാണ് പിടിക്കുന്നത്? അസുരന്മാരാണ് പിടിക്കുന്നത്. വാൽഭാഗത്ത് ദേവന്മാരും. അങ്ങനെ പാൽക്കടൽ ഘോരഘോരമായിട്ട് കടയുവാൻ തുടങ്ങുന്നു. സാഗരം ക്ഷോഭിച്ചു, കലങ്ങി പതഞ്ഞു. തിരമാലകൾ ഉഗ്രമായി ഇളകി. മന്ദരം ചരിയാൻ പോകുന്നു. ആ സമയത്ത് അതിശക്തനായ ബാലി ഒറ്റയ്ക്ക് അത് പിടിച്ചുകൊണ്ട് നിന്നു. പക്ഷേ മഥനത്തിൻ്റെ അത്യുഗ്രശക്തിയിൽ പർവ്വതം വാസുകിയുടെ ബന്ധം വിട്ട് വഴുതി ആഴിയുടെ അഗാധമായ അധോഭാഗത്തേക്ക് താഴ്ന്നുപോയി. ദേവന്മാരും അസുരന്മാരും മഹർഷികളുമെല്ലാം ഇത് കണ്ട് പരിഭ്രമിച്ചു. ഇനി എന്തു ചെയ്യും എന്ന് അവർക്ക് അറിയാൻ സാധിക്കാത്ത അവസ്ഥയായി. ആ സമയം ജഗന്മയനായ ജനാർദ്ദനൻ ഒരു ആമയായി അവതരിച്ച് പർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി മുകളിലേക്ക് ഉയർത്തി. ആ സമയം ആവശ്യത്തിലധികമായി മന്ധരപർവ്വതം മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇനി എന്തു ചെയ്യും? ഭഗവാൻ ഉയർത്തി. പക്ഷേ ഉയർത്തിയപ്പോൾ അത് ഇച്ചിരി കൂടുതൽ ഉയർന്നു പോയി. എന്തു ചെയ്യും എന്നറിയാതെ എല്ലാവരും വിഷമിച്ചു. ആ സമയം വീണ്ടും ഭഗവാൻ തന്നെ അവിടെ രക്ഷയ്ക്കെത്തി. ഭഗവാൻ ഒരു നീലവർണ്ണ പക്ഷിയായി ആ പർവ്വതത്തിൻ്റെ മുകളിൽ പറന്നിരുന്നു. അപ്പോൾ ആ മന്ധരപർവ്വതം താഴേക്ക് ഇരുന്ന് യഥാസ്ഥാനത്ത് തന്നെ ഉറച്ചു. അതോടുകൂടി എല്ലാവർക്കും ആശ്വാസമായി. ഇതാണ് ഭഗവാന്റെ കൂർമ്മ അവതാരം. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം ഭഗവാന്റെ ഈ കഥ കൂടി ഒന്ന് കേട്ട് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യും. ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലാണ് നമുക്ക് മതി വരുന്നത്. ഇനി നമുക്ക് പ്രദോഷത്തെ പറ്റി പറയാം. ജാനുവരി 11 ശനിയാഴ്ച ത്രയോദശി തിഥിയാണ്.
ത്രയോദശി തിഥി സാധാരണയായി നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത്. പ്രദോഷം ശിവപ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. പ്രദോഷ സന്ധ്യയ്ക്കാണ് കൂടുതലായും പ്രാധാന്യമുള്ളത്. ഇതുപോലെ തന്നെ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രദോഷവും നിൽക്കുന്നത്. പാലാഴി മഥന സമയത്ത് വാസുകിക്ക് അതിഭയങ്കരമായ ക്ഷീണമുണ്ടാവുകയും വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കാനായി പോവുകയും ചെയ്യുന്നു. ഛർദ്ദിക്കാനായി വാസുകി ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ, അതായത് ഛർദ്ദിച്ചില്ല, അതിനു മുമ്പ് തന്നെ ശ്വാസം മുട്ടി, സമസ്ത ലോകങ്ങൾക്കും ശ്വാസം മുട്ടി. അതായത് വാസുകിയുടെ നാക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചപ്പോൾ തന്നെ സമസ്ത ലോകങ്ങൾക്കും 14 ലോകങ്ങൾക്കും ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. ഛർദ്ദിച്ചില്ല. അപ്പോൾ ഛർദ്ദിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ഭയന്നു. ആ സമയത്ത് അവിടെ രക്ഷയ്ക്കായി അവതരിച്ചതാരാണ്? മഹാദേവൻ. മഹാദേവൻ വാസുകിയുടെ കാളകൂട വിഷം തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയും താഴേക്ക് കളയാൻ പറ്റില്ല. കാരണം ഒരു തുള്ളി താഴെ വീണാൽ മതി, നശിക്കും, സർവ്വലോകങ്ങളും നശിക്കും. അങ്ങനെ അത്യുഗ്ര ശക്തിയുള്ള വിഷമാണ് വാസുകി ഛർദ്ദിച്ചത്. ആ വിഷത്തെ, ആ കാളകൂട വിഷത്തെ തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങി ഭഗവാൻ അത് തൻ്റെ ശരീരത്തിലേക്ക് ലയിപ്പിച്ചു. അദ്ദേഹം അത് കുടിച്ചു. ആ സമയത്ത് ആ വിഷം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഉറച്ചു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന നാമം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. വിഷമാണ് അദ്ദേഹം ഭക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ മഹാദേവന് വലിയൊരു ക്ഷീണം ഉണ്ടാകുന്നു. അദ്ദേഹം ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുന്നു. ആ സമയം സകല ദേവീദേവന്മാരും ബ്രഹ്മർഷികളും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും തന്നെ കൈലാസത്തിൽ എത്തിച്ചേരുകയും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം മയങ്ങി. ഉമാദേവിയുടെ മടിയിൽ തലവെച്ച് അദ്ദേഹം മയങ്ങി. അതിനുശേഷം അദ്ദേഹം ഉണർന്നെഴുന്നേറ്റു. എപ്പോഴാണ് ഉണർന്നെഴുന്നേറ്റത്? ഒരു ത്രയോദശി സന്ധ്യയിലാണ് ഉണർന്ന് എഴുന്നേറ്റത്. ആ സമയം അദ്ദേഹം എന്തു ചെയ്തു? ഉണർന്നെഴുന്നേറ്റപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. സരസ്വതി ദേവി വീണ മീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, ഭഗവാൻ സന്തോഷിച്ചു. ഭഗവാൻ ആനന്ദ നടനമാടി. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ഭഗവാൻ ആനന്ദ നടനമാടി. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷ സന്ധ്യാകാലത്ത് എവിടെയിരുന്ന് ആര് നമശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുമെന്നും പ്രദോഷത്തിലെ ഏറ്റവും പുണ്യമായ സമയം പ്രദോഷ സന്ധ്യാസമയവുമാണെന്നാണ് വിശ്വസിക്കുന്നത്. സകല വിധത്തിലുള്ള ദോഷങ്ങളും മാറ്റുവാൻ കഴിവുള്ള വ്രതമാണ് പ്രദോഷം. സകല ദോഷങ്ങളും മാറ്റും. നമ്മളെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും മാറ്റി നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ദിവസമാണ് പ്രദോഷ ദിവസം. അന്നേ ദിവസം വ്രതശുദ്ധിയോടുകൂടിയിരുന്ന് പ്രദോഷ വ്രതം ആചരിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാകും. അതിന് സാധിക്കാത്തവർ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുക. പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പല സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ പറയാം. പ്രദോഷ ദിവസം അതിൻ്റെ ശരിയായ വിധി എന്ന് പറയുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ നമ്മൾ ഉപവസിക്കും. സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് ധാരയൊക്കെ കഴിപ്പിച്ച് ഒരു കരിക്കും കുറച്ച് പഴങ്ങളുമൊക്കെ ഭഗവാന് സമർപ്പിച്ച് അവിടെ നിന്നും പൂജിച്ചു മേടിച്ച് നമുക്ക് സന്ധ്യയ്ക്കുള്ള ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ഭക്ഷിക്കാം. അതിനുശേഷം നമുക്ക് അരിഭക്ഷണം കഴിക്കാം. അതായത് വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം കാണും, അത് നമുക്ക് കഴിക്കാം. അതല്ല, ചെറിയ ക്ഷേത്രങ്ങളിൽ കാണില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് പച്ചരിച്ചോറ്, ആ ചോറും എന്തെങ്കിലും മോരോ ഉള്ളി ചേർക്കാത്ത ഒരു ചമ്മന്തിയോ ഒക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം സന്ധ്യയ്ക്ക് ശേഷം, വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം. ഇതാണ് ശരിയായ പ്രദോഷ വ്രത രീതി.
ഇനി ഉപവസിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പാലും പഴങ്ങളും കഴിച്ചിരിക്കാം. പക്ഷേ അരിയോ ഗോതമ്പോ അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി അതികഠിനമായ മരുന്നൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചോറ് ഉപേക്ഷിച്ചിട്ട് മറ്റ് ധാന്യങ്ങൾ കഴിച്ചോളൂ. നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്തുക. ഇനി ഏകാദശിയും പ്രദോഷവും ഒന്നിച്ചെടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 11-ാം തീയതി ഏകാദശിയുടെ പാരണ വീടണം, നിർബന്ധമായും പാരണ വീടണം. അതല്ലാതെ പ്രദോഷവും കൂടെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് പാരണ വീടാം എന്ന് ധരിക്കരുത്, അത് തെറ്റാണ്. രണ്ടും രണ്ട് വ്രതമാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം ആ പാരണാ സമയത്ത് തീർത്ഥം കുടിച്ച് ഒരു പഴമോ എന്തെങ്കിലും കഴിച്ച് നിങ്ങൾ പാരണ വീടുക. ഇനി പഴം കഴിച്ചില്ലെങ്കിലും സാരമില്ല, ഒരു തീർത്ഥം കുടിച്ചിട്ട് നിങ്ങളുടെ പാരണ വീടണം. അതിനുശേഷം നിങ്ങൾക്ക് പ്രദോഷത്തിലേക്ക് കടക്കാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ ഏകാദശി പാരണ വീടാതെ ഇരിക്കരുത്, അത് പ്രത്യേകമായി ഓർക്കുക. ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് പ്രദോഷം എടുക്കാമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എടുക്കാം. അങ്ങനെ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഏകാദശി എടുക്കുന്ന എല്ലാവർക്കും പ്രദോഷവും എടുക്കാം, ഷഷ്ടിവ്രതവും എടുക്കാം, പൗർണമി വ്രതവും എടുക്കാം. എന്തൊക്കെ പ്രാർത്ഥനകളും വഴിപാടുകളും നമുക്ക് ചെയ്യാമോ അതൊക്കെ ചെയ്യാം. കാരണം നമ്മൾ ഹിന്ദുമത വിശ്വാസികളാണ്. എല്ലാ ദേവന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോകാറുണ്ട്. എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് താനും. അതുകൊണ്ട് തന്നെ എല്ലാ വ്രതങ്ങളും നമുക്ക് എടുക്കാം. പക്ഷേ അതിൻ്റേതായ രീതിയിൽ എടുക്കണം എന്ന് മാത്രം. ഇപ്പോൾ തന്നെ ഏകാദശിയുടെ പിറ്റേ ദിവസമായിരിക്കും മിക്കപ്പോഴും പ്രദോഷം വരുന്നത്. ഇത്തവണ വളരെ വിശേഷമാണ്. ശനിയാഴ്ചയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. അതുകൊണ്ട് തന്നെ ഈ ശനി പ്രദോഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് താനും. അതുകൊണ്ട് എല്ലാവരും തന്നെ പരമാവധി സമയം നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.